പ്രളയകാലത്ത് കേന്ദ്രം നൽകിയ അരിയുടെ പണം കേരളം തിരികെ നൽകും. പണം നൽകാനുള്ള ഫയലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പിട്ടു. 205 കോടി രൂപയാണ് നൽകുക. തീരുമാനം പണം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ കടുത്ത സമ്മർദ്ദം ചെലുത്തിയ സാഹചര്യത്തിൽ. വിശദാംശങ്ങളുമായി ശരത് കെ ശശി ചേരുന്നു. ശരത്, നേരത്തെ തന്നെ ഒരു വട്ടം ഈ പ്രളയകാലത്ത് കേന്ദ്രം അനുവദിച്ച അരിയുമായി ബന്ധപ്പെട്ട പണം തിരികെ നൽകണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വലിയ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ അത് താൽക്കാലികമായി ഒന്ന് നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഇപ്പോൾ പണം വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ പണം സംസ്ഥാന സർക്കാർ നൽകുകയാണ്. എന്താണ് വിവരങ്ങൾ? കമലേഷ്, മഹാപ്രളയകാലത്ത് കേന്ദ്ര സർക്കാർ കേരളത്തിന് FCI വഴി 89,540 മെട്രിക് ടൺ അരിയായിരുന്നു നൽകിയത്. ആ അരിയുടെ തുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് തിരികെ നൽകേണ്ടുന്ന ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറെ നാളുകളായി ഈ അരി അനുവദിച്ചത് മുതൽ തന്നെ സംസ്ഥാന സർക്കാരിനോട് ഇതിന്റെ പണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. 1 കിലോ അരിക്ക് 23 രൂപ 38 പൈസ നിരക്കിൽ സംസ്ഥാന സർക്കാർ പണം തിരികെ അടയ്ക്കണം എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെ തന്നെ ഈ പ്രളയത്തിന്റെ പ്രളയ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്ന സാഹചര്യത്തിൽ ഒരു ഇളവ് നൽകണമെന്നുള്ളത് മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാർ പല വിധത്തിൽ പല രീതിയിൽ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥന നടത്തിയിരുന്നു. ആ ഒരു ഇളവ് അനുവദിക്കണമെന്നുള്ള ആവശ്യം നിരവധി തവണ കേന്ദ്ര സർക്കാരിന് മുന്നിൽ സംസ്ഥാനം മുന്നോട്ട് വെച്ചുവെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാനാകില്ല എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ആ സമ്മർദ്ദത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ തുക നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 205 കോടി 81 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു അരി വിഹിതത്തിൽ, അരിയുടെ പണം എന്നുള്ള നിലയിൽ കേന്ദ്ര സർക്കാരിന് തിരികെ നൽകേണ്ടി വരുന്നത്. പ്രധാനമായും കേന്ദ്ര സർക്കാർ ഈ ഒരു സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന തള്ളിക്കൊണ്ട് പറഞ്ഞ കാര്യം, ഇനിയും ഈ പണം തിരികെ അടയ്ക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അത് സംസ്ഥാന സർക്കാരിന് കേന്ദ്രവിഹിതമായി ലഭിക്കേണ്ടുന്ന തുകയിൽ നിന്ന് പണം കുറച്ച് മാത്രമേ നൽകൂ എന്നുള്ള ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ അറിയിച്ചു. ആ കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇപ്പോൾ ഈ തുക തിരികെ നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാന സർക്കാരിന് സ്വീകരിക്കേണ്ടി വന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് സംബന്ധിച്ചിട്ടുള്ള ഫയലിൽ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു തീരുമാനം എന്നുള്ള നിലയിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വരികയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നേരത്തെ തന്നെ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ഹെലികോപ്റ്റർ സേവനത്തിന്, സൈന്യത്തിന്റെ ഹെലികോപ്റ്ററിന് ചെലവായ തുക സംസ്ഥാന സർക്കാർ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഒരു ബില്ല് സംസ്ഥാനത്തിന് അയച്ചു നൽകിയിരുന്നു. 33 കോടി രൂപയുടെ ഒരു ബില്ലായിരുന്നു അത് അന്ന് സർക്കാരിന് അയച്ചു നൽകിയത്. അതിനെ ചൊല്ലി വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ തന്നെ ഇത്തരത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം പണം ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യം നിയമസഭയിൽ തന്നെ പരസ്യമായി പറയുകയും അതിനെ ചൊല്ലി വലിയ ചർച്ചയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കേന്ദ്രത്തിന് ഈ ഒരു തുകയും നൽകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴത്തെ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി നമുക്കറിയാം, വളരെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. അതിനിടെയാണ് ഇപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ ആക്കം കൂട്ടുന്ന നിലയിലുള്ള ഒരു സമ്മർദ്ദം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും അതിന് വഴങ്ങിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ടിയും വന്നിരിക്കുന്നത്. ശരത്, ഈ വിഷയത്തിൽ മറ്റൊരു കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ കേരളത്തിലെ ജനങ്ങളാകെ ഈ മഹാപ്രളയത്തിൽ വലയുന്ന സമയത്ത് ഒരു ആശ്വാസം എന്നുള്ള നിലയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ അരി ലഭ്യമായത്. അന്ന് BJP നേതാക്കളും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെയുള്ള ആളുകൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ സഹായം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇതിനെ കൊട്ടിഘോഷിക്കുകയും ചെയ്തത്. ഇതോടൊപ്പം ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യം, അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് വലിയ തരത്തിലുള്ള ഒരു സാമ്പത്തിക സഹായം കേരളത്തിന് നൽകാം എന്നുള്ള ഒരു ഓഫർ വന്ന സമയത്ത് അത് മുടക്കുന്ന ഒരു നിലപാട് കൂടി കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു. ഇപ്പോൾ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി സർക്കാർ നേരിടുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരമൊരു ചതി എന്ന് തന്നെ വിശേഷിപ്പിക്കാം സംസ്ഥാനത്തോട് കേന്ദ്രം ചെയ്യുന്നത്.
തീർച്ചയായും ആ നിലയിൽ തന്നെ വേണം ഈ ഒരു ഘട്ടത്തിൽ കാര്യങ്ങളെ വിലയിരുത്താൻ. കാരണം സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി, നമ്മൾ സംസ്ഥാന സർക്കാരിന്റെ ദുർച്ചെലവുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നമ്മൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്കാരിന്റെ നടപടികൾക്ക് വിമർശനങ്ങൾക്ക് വിധേയമാവുകയുമാണ്. പക്ഷേ GST വിഹിതത്തിലടക്കം വന്ന കുറവ്, GST നഷ്ടപരിഹാരം, സംസ്ഥാനങ്ങൾക്ക് GST നഷ്ടപരിഹാരം ഇനി ലഭിക്കാൻ വേണ്ടി പോകുന്നില്ല. അങ്ങനെ GST നഷ്ടപരിഹാരം ലഭിക്കുന്നതിൽ വന്നിട്ടുള്ള കുറവ് അടക്കം സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ വലിയ കുറവ് ഉണ്ടാവാൻ വേണ്ടി പോകുന്ന ഒരു കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് ഇപ്പോൾ. ആ ഒരു സാഹചര്യത്തിലാണ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന പ്രളയത്തിന്റെ ഒരു വലിയ ബാക്കി പത്രം എന്നുള്ള നിലയിലുള്ള തുക ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് നൽകേണ്ടി വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് വലിയൊരു രാഷ്ട്രീയ വിവാദമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയം, ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം സർക്കാരിന്റെ ദുർച്ചെലവാണ്. ആ ഒരു ആരോപണം നിലനിൽക്കുമ്പോൾ തന്നെ ഈ വിഷയം സർക്കാർ ഇനി എടുത്തുന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരാണ് ഇങ്ങനത്തെ നയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ സാമ്പത്തിക മാനേജ്മെന്റ് ദുസ്സഹമാക്കുന്നത് എന്നുള്ള ഒരു വിമർശനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉയരും. മുൻപ് 2018 ആ പ്രളയത്തിന്റെ സമയത്ത് ഈ കേന്ദ്ര സർക്കാർ ഇങ്ങനെ പണം ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ചട്ടം 300 പ്രകാരം നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ ഒരു വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ അന്ന് നടത്തിയത്, വട്ടിപ്പലിശക്കാരനെ പോലെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് പണം ചോദിക്കുന്നത് എന്നുള്ളതായിരുന്നു. തീർച്ചയായും ആ രീതിയിലുള്ള വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ അന്ന് ഉയർത്താൻ കാരണമായ സംഭവത്തിന് ഇപ്പോഴും തുടർച്ചയുണ്ടാകുന്നു. ഇത്തരത്തിൽ ഈ വാർത്ത പുറത്തു വന്നിട്ട് കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങളും കേന്ദ്ര സർക്കാരിനെതിരായ കൂടുതൽ ഒരു രാഷ്ട്രീയ വിമർശനം എന്നുള്ള നിലയിൽ തന്നെ പാർട്ടിയുടെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരത്, നേരത്തെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ നിയമസഭയിൽ വലിയ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ വിഷയം ഉയർന്നു വരുമ്പോൾ അത്തരത്തിൽ ഒരു വിമർശനത്തിനും മുതിരാതെ, ഒരു ചർച്ചയും നടത്താതെ പെട്ടെന്ന് തന്നെ ഈ പണം തിരിച്ചടക്കാനുള്ള ഉത്തരവിൽ മുഖ്യമന്ത്രി ഒപ്പിടുന്ന സാഹചര്യം എന്താണ്? കമലേഷ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു വിഷയം, അതിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകേണ്ടുന്ന വിഹിതം, ആ വിഹിതത്തിൽ കുറവ് വരുത്തും എന്നുള്ള ഒരു അന്ത്യശാസനം കേന്ദ്ര സർക്കാർ നൽകി. ആ സമ്മർദ്ദത്തിന് സംസ്ഥാനം വഴങ്ങേണ്ടി വന്നു. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, GST നഷ്ടപരിഹാരം അടക്കം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് സാമ്പത്തിക മാനേജ്മെന്റ് മുന്നോട്ട് പോവുക പ്രയാസമാണ്. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഇനി ഈ കേന്ദ്ര വിഹിതത്തിൽ കൂടി ഈ ഇടിവുണ്ടാവുകയാണെങ്കിൽ അത് സംസ്ഥാനത്തെ കൂടുതൽ വലിയ സാമ്പത്തികമായ ഞെരുക്കത്തിലേക്ക് തള്ളിവിടും. അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി മുന്നിൽ കണ്ടാണ് മറ്റ് പോംവഴികളില്ലാതെ സംസ്ഥാന സർക്കാരിന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നത് എന്ന് വേണം ഈ ഘട്ടത്തിൽ ഏതായാലും നമുക്ക് വിലയിരുത്താൻ. നേരത്തെ തന്നെ സർക്കാർ ആവശ്യപ്പെടുന്ന കാര്യമാണ്. മുഖ്യമന്ത്രി തന്നെ അനുവദിച്ച അരിയുടെ തുക ഇപ്പോൾ കേന്ദ്രം തിരികെ വാങ്ങിക്കുന്നു എന്നതാണ്. 205 കോടി രൂപയാണ് സംസ്ഥാനം തിരികെ നൽകുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ പ്രളയ ദുരിതകാലത്ത് രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ച ഹെലികോപ്റ്ററിന്റെ വാടക ഉൾപ്പെടെ കണക്ക് പറഞ്ഞ് കേന്ദ്രം വാങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ദുരിതബാധിതർക്ക് വിതരണം ചെയ്ത അരിയുടെ തുക കൂടി ഇപ്പോൾ കേന്ദ്രം കടുംപിടുത്തം എന്നുള്ള നിലയിൽ തിരികെ വാങ്ങുന്നത്. ശരത് കെ ശശിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്തത്.